നമ്മുടെ സ്പ്ലെൻഡറിൻ്റെ ടാങ്കാണ് നിലവിൽ ഇത് കേട്ടോ. അതിൻ്റെ ബാക്ക് സൈഡിൽ ലീക്ക് അയക്കണം. ആ സീറ്റ് വന്ന് അടയുന്ന ഭാഗത്തുള്ള ലീക്കാണ് ഈ കാണുന്നത്. നല്ല രീതിയിൽ ഹോളുണ്ട് ഇതിവിടെ. അപ്പോൾ ചെയ്യുമ്പോൾ നമുക്ക് ഈ ഭാഗം ഫുള്ളായിട്ട് ചെയ്യേണ്ടി വരും കേട്ടോ. വെച്ച് ചെയ്യുമ്പോൾ അത്യാവശ്യം പൈസ വരും. ഈ ഭാഗം ഫുള്ളായിട്ട് ചെയ്താലാണ് അത് ക്ലിയർ ആവുള്ളൂ. അപ്പോൾ അത് കറക്റ്റായിട്ട് നമുക്ക് ക്ലിയർ ചെയ്ത് പോകണമെന്നുണ്ടെങ്കിൽ പിന്നീട് ആ ഭാഗത്ത് കംപ്ലയിൻറ്റ് വരില്ല. വെച്ച് അടയ്ക്കുമ്പോൾ നമുക്ക് അതിൻ്റെ അവർ കണക്കാക്കിയിട്ട് അതിൻ്റെ ഒരു എമൗണ്ട് കണക്കാക്കി നോക്കിയിട്ട് പറയുന്നത്. ഞാനത് എത്ര വരും എന്നുള്ള ദിവസം ഏകദേശം ഒന്ന് ചോദിച്ചിട്ട് പറയാം. അതിൻ്റെ ഉള്ളിലൊന്നും വേറെ പ്രോബ്ലം ഇല്ല. അത് ആ സീറ്റ് വന്ന് ഇരിക്കുന്ന ഭാഗത്താണ് പ്രശ്നം കാണിച്ചത്. അപ്പം അവിടെ വന്നിട്ട് വെള്ളം നിന്ന് തുരുമ്പിട്ട് അങ്ങനെ പതുക്കെയാണ് തുരുമ്പായിട്ട് ഓട്ടയക്കണതാണ് അത് കേട്ടോ. അപ്പോൾ അത് എത്ര എമൗണ്ട് വരും എന്നുള്ള ദിവസമൊക്കെ ചോദിച്ചിട്ട് പറയാം. ഓക്കെ, നമുക്ക് ഇതിൻ്റെ ടാങ്ക് കൊണ്ടുപോയിട്ട് നമ്മളൊന്ന് സോൾഡർ ചെയ്ത് പോന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് അത്യാവശ്യം നല്ല കട്ടിയിൽ തന്നെ ചെയ്യേണ്ടി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നോക്കിയത് ഈ ഭാഗം അത്യാവശ്യം വരാൻ സാധ്യതയുള്ള എല്ലാ ഭാഗം തന്നെ കറക്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ സൈഡിലൊക്കെ ചെറുതായിട്ടുണ്ടായിരുന്നു, അതൊക്കെ ക്ലിയർ ചെയ്തിട്ടുണ്ട് കേട്ടോ. വെച്ച് ചെയ്താൽ പറഞ്ഞാൽ അതിൻ്റെ അനുസരിച്ചിട്ടുള്ള എമൗണ്ടും വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഒന്ന് പെയിൻറ്റ് ടച്ച് ചെയ്ത് നമുക്ക് അറിയാൻ പറ്റില്ല എവിടെ ചെയ്തേക്കണെന്നുള്ളത്. സാധാരണ അതിക്ക് മുമ്പ് ചെയ്ത് കൊണ്ടുവന്നപ്പോൾ പറഞ്ഞതിൻ്റെ. ഓക്കെ, ബാക്കിയത്തെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വർക്ക് കംപ്ലീറ്റ് ആണെന്നനുസരിച്ച് വിളിച്ചോളാം.